റെഡ്യൂസ് നമുക്ക് സിന്റാക്സ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇല്ല, റെഡ്യൂസറിന്റെ യൂസ് റെഡ്യൂസ് നോക്കാം. യെസ്. സോ എന്റെ കയ്യിൽ നമുക്ക് വീണ്ടും മറ്റേ അറേനെ കൊണ്ടുവരാം. യെസ്, ഈ അറേഞ്ച് വന്നേ. എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു അറേ ഉണ്ട്. എനിക്ക് ഈ ഒരു അറേനെ സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് എൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അതപ്പോ നിങ്ങൾ എന്താ പറയുക, അത് എളുപ്പമല്ലേ, മൈ നമ്പേഴ്സ് ഡോട്ട് ഫോർ ഈച്ച് ഇടുക, പുറത്തൊരു ലെറ്റ് സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇടുക, ഫോർ ഈച്ചിനകത്ത് വെച്ച് എനിക്ക് ഓരോ നമ്പേഴ്സിനെ കിട്ടും, അതിനൊരു ആരോ ഫംഗ്ഷൻ വിളിക്കുക, എന്നിട്ട് സം പ്ലസ് ഈസ് ഈക്വൽ ടു നം ഇട്ടാൽ കിട്ടത്തില്ലേ എന്ന് ചോദിക്കും. കിട്ടും. സോറി, ഫയൽ മാറിപ്പോയി. യാ, കിട്ടും. ഓക്കെ, 55 വന്നു. പക്ഷേ എന്റെ ചോദ്യം, ഇടയ്ക്ക് വെച്ച് ഈ സമ്മിന്റെ വാല്യൂ എടുക്കാൻ പറ്റുമോ എന്നുവെച്ചാൽ സമ്മിന്റെ വാല്യൂ 5ാമത്തെ ഇറ്ററേഷനിൽ 5 എത്തിയപ്പോ എനിക്ക് സമ്മിന്റെ വാല്യൂ എടുക്കണം, പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇത് ഒറ്റൊരു സ്റ്റെപ്പിലാണ് പോകുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ ഇപ്പൊ ഇട്ട് അങ്ങനെ എഴുതിയെടുക്കാം. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു യൂസ് കേസിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റെഡ്യൂസർ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ വേരിയബിൾസ് കാണും, കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും. സോ നമുക്ക് റെഡ്യൂസ് എന്താണെന്ന് നോക്കാം. റെഡ്യൂസും ഈ ഫിൽട്ടർ മാപ്പിന്റെ കൂടെ വരുന്നത് ആളെ തന്നെയാണ്. പക്ഷെ ഇവന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇവന് 2-3 പാരാമീറ്റർ എക്സ്ട്രാ വരുന്നുണ്ട്. ഐ മീൻ ഫംഗ്ഷനകത്ത് ഞാനത് കാണിച്ചു തരാം. ഫംഗ്ഷൻ ഞാൻ കാണിച്ചു തരാം. മോൺസ്റ്റ് റിസൾട്ട് ഈക്വൽ ടു മൈ നമ്പേഴ്സ് ഡോട്ട് റെഡ്യൂസ്. റെഡ്യൂസിനകത്ത് നമുക്ക് നേരത്തെ ഇട്ട പോലെ തന്നെ ഒരു ആരോ ഫംഗ്ഷൻ ഉണ്ട്, ഒരു കേളി ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും നേരത്തെ കണ്ട ഫിൽട്ടർ മാപ്പും പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇവന്റെ ഇതിനകത്ത് നമുക്ക് 2 എക്സ്ട്രാ പാരാമീറ്റേഴ്സിനെ കിട്ടും. ഒന്നെന്ന് പറയുന്നത് അക്യുമുലേറ്റർ, രണ്ടെന്ന് പറയുന്നത് കറണ്ട് വാല്യൂ. ഇവന്മാരെ രണ്ടിനെയും കിട്ടും. ഇത് കൂടാതെ നമ്മൾ ഇവിടെ ഒരു ഇനിഷ്യൽ വാല്യൂവും കൊടുക്കും. ഒരു മറ്റേ നമ്മുടെ ഫിൽട്ടറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫിൽട്ടറിനകത്തൊന്നും പ്രത്യേകിച്ച് അവന്റെ ഫംഗ്ഷന്റെ ഇതിന്റെ റിസൾട്ട് ഓൾഡ്. ഫിൽട്ടറിന് മാപ്പിനൊക്കെ അവന്റെ ഫംഗ്ഷൻ ആർഗ്യുമെന്റിനകത്ത് ഈ ഫിൽട്ടറിനകത്ത് കൊടുക്കുന്ന ആരോ ഫംഗ്ഷന്റെ പാരാമീറ്ററിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ആരും കിട്ടത്തില്ല, നമ്മൾ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ. പക്ഷെ റെഡ്യൂസിലോട്ട് വരുമ്പോ ഒരു അക്യുമുലേറ്ററിനെയും കിട്ടും, ഒരു കറണ്ട് വാല്യൂവിനെയും കിട്ടും, പിന്നെ നമ്മൾ ഇവിടെ ഇനിഷ്യൽ വാല്യൂ സ്പെസിഫൈ ചെയ്യണം. ഇവന്മാര് 3 പുതിയ ആൾക്കാരാണ്. സോ ഇതിന്റെ ഞാൻ ഇവിടെ ഒരു സാധനം എഴുതി കാണിക്കും. ഞാനത് എഴുതിയിട്ട് പറഞ്ഞുതരാം. റിട്ടേൺ അക്യുമുലേറ്റർ പ്ലസ് കറണ്ട് വാല്യൂ. എനിക്ക് നമുക്കൊന്ന് റിസൾട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. വേറെ റിസൾട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? തെറ്റി. എന്തുകൊണ്ട് ഇനിഷ്യൽ വാല്യൂ കൊടുത്തില്ല? തൽക്കാലം ഞാൻ ഇനിഷ്യൽ വാല്യൂ ഇവിടെ 0 ആക്കുന്നു. നിങ്ങൾ അസ്യൂം ചെയ്തോ അത് ഇനിഷ്യൽ വാല്യൂ ആണെന്ന് അസ്യൂം ചെയ്താൽ മതി. 55 തന്നെയാണ് വന്നത്. ഇവിടെ അപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അക്യുമുലേറ്ററിനകത്ത് നേരത്തെ നമ്മൾ അവിടെ സം എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്ത ഓർമ്മേണ്ട. സം എന്ന് പറഞ്ഞ് 0 കൊടുത്തു. 0ക്കകത്ത് ഓരോ തവണയും നം ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സം എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ് റെഡ്യൂസിനകത്ത് തന്നെ ഒരു പാരാമീറ്റർ ഉണ്ട്. ഇതിന്റെ ഇനിഷ്യൽ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കേളി ബ്രാക്കറ്റ് കഴിഞ്ഞ് സ്പെസിഫൈ ചെയ്യുന്നത്. ഞാനിപ്പോ ഇവിടെ 10 കൊടുത്താൽ ഇവിടെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് 65 ആയിരിക്കും. കാരണം 0ന്ന് സം തുടങ്ങുന്നതിന് പകരം ബൈ ഡിഫോൾട്ട് അക്യുമുലേറ്ററിനകത്ത് 10 കാണും. അപ്പൊ നേരത്തെ 55 സം വരും, പിന്നെ അതിന്റെ 10ഉം കൂടെ കൂട്ടി 65 ആവും. സോ അതാണ് ഇവിടുത്തെ ഇനിഷ്യൽ വാല്യൂവിന്റെ കണക്കെന്ന് പറയുന്നത്. അക്യുമുലേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ തവണയും ആദ്യം ഇതെടുക്കും, പിന്നെ ഇതെടുക്കും, അങ്ങനെ പോകുമ്പോഴത്തേക്ക് അക്യുമുലേറ്റർ പ്ലസ് ഈക്വൽ ടു കറണ്ട് വാല്യൂ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ അക്യുമുലേറ്റർ ജസ്റ്റ് നമ്മുടെ സം പോലെ തന്നെയാണ്. അത് ഇന്റേണലി ഇപ്പൊ ഈ ഫംഗ്ഷനകത്ത് നിൽക്കുന്നതേ ഉള്ളൂ. ഐ മീൻ അതിന്റെ സ്കോപ്പ് ആ ഒരു ഫംഗ്ഷനകത്ത്, കാരണം അത് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള. സോ ഈ അക്യുമുലേറ്ററിനകത്ത് ഓരോ തവണയും കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ ഐറ്ററേഷനിലുള്ള ഈ വാല്യൂ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ പൈലപ്പ് ചെയ്ത് പോകുന്നതിനാണ് എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പൈലപ്പ് ചെയ്ത് കൂടി വരുന്നത് അതിനാണ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അക്യുമുലേറ്ററിനകത്ത് ഓരോ തവണയും ലൂപ്പ് കയറി ഇറങ്ങുമ്പോൾ എന്ത് പറ്റും? കറണ്ട് വാല്യൂ ആഡ് ചെയ്ത് വരും. അപ്പൊ ആദ്യത്തേല് 0 ആണ് അക്യുമുലേറ്ററിനകത്തുള്ളത്. ആദ്യം വന്നപ്പോൾ 1 വന്നു കറണ്ട് വാല്യൂ, 0 + 1 1 ആയി.
അടുത്തതിൽ വന്നപ്പോൾ കറണ്ട് വാല്യൂ 2 ആയി, അക്യുമുലേറ്ററിനകത്ത് 2 + 1 3 ആയി. സോ അങ്ങനെയാണോ നമ്മളിപ്പോ ഇവിടെ ഒരു ലോ കിട്ടുന്നത് കേൾക്കും. ലോഗിനകത്ത് നമ്മൾ സ്ട്രിങ് ഇന്റർപോലേഷൻ അല്ലെങ്കിൽ ബാക്ക് ടിക്ക് ഇട്ടിട്ട് അക്യുമുലേറ്റർ കൊടുത്തു. ഇവിടെ നമുക്ക് എന്തിടാം, അക്യുമുലേറ്ററിന്റെ വാല്യൂ കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് കറണ്ട് വാല്യൂ ഓക്കെ. ഇവിടെ ഞാനിപ്പോ തൽക്കാലത്തേക്ക് 6 തൊട്ടാക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു സാധനം വരും. ഓക്കെ, 6 to 10 ആണ് നോക്കുന്നത്. കണ്ട, ആദ്യം അക്യുമുലേറ്റർ 0 ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇറ്ററേഷനിൽ കറണ്ട് വാല്യൂ 6 വന്നു. അപ്പൊ 6 എടുത്ത് ഇവിടെ വന്നപ്പോ അക്യുമുലേറ്ററിനകത്ത് ആഡ് ചെയ്തപ്പോ 6 ആയി. അടുത്തതിൽ 7 വന്നു. 7 + 6 30, 8 വന്നു, 8 21, 9 വന്നു 30. ഇനി ഞാൻ ഇവിടെ 10 കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇറ്ററേഷനിൽ തന്നെ എന്ത് വന്നു, അക്യുമുലേറ്ററിനകത്ത് ഇനീഷ്യൽ വാല്യൂ 10 വന്നു. ക്ലിയർ. ഇതിന്റെ യൂസ് കേസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഷോപ്പിംഗ് കാർട്ട് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ വെബ് ഡെവലപ്മെന്റിനകത്തുള്ള ഒരു എക്സാമ്പിളാണ്. ഒരു ടിപ്പിക്കൽ വെബ് ഡെവലപ്മെന്റിനകത്തുള്ള എക്സാമ്പിളാണ്. നമുക്ക് നോക്കി നോക്കാം. അതിന്റെ എക്സാമ്പിൾ നോക്കട്ടെ. ക്രിയേറ്റ് ഷോപ്പിംഗ് കാർട്ട് ഒബ്ജക്റ്റ് വിത്ത് നെയിം ആൻഡ് പ്രൈസ്. ഞാനിപ്പോ GPT എടുത്ത് പറഞ്ഞ് എനിക്ക് ഇവിടെ ഒരു ഷോപ്പിംഗ് കാർട്ടിന്റെ ഒബ്ജക്റ്റ് വേണം. അയ്യന്റെ മോനെ, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. നോക്കട്ടെ, ഒരു മിനിറ്റ്, വെയിറ്റ് എ സെക്കൻഡ്, ജസ്റ്റ് എ മിനിറ്റ്. ക്രിയേറ്റ് an object for a shop shopping cart with and with each object having price and name. ഓക്കെ, ഉദ്ദേശിക്കുന്ന സാധനം തരുമോ നോക്കട്ടെ. എനിക്കൊരു ഒബ്ജക്റ്റ് ആണ് വേണ്ടത്. യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്. ഇവിടെ എനിക്ക് ഇത് വേണ്ട, ഇത്രയും വേണ്ടായിരുന്നു. ഇത് വേണ്ട, ഇത്രയും. ഓക്കെ, ഇവിടെ എൻ്റെ ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞ് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിനകത്ത് ഓരോ ഐറ്റം ഉണ്ട്, ഐറ്റത്തിന് ഓരോ പ്രൈസ് ഉണ്ട്. എനിക്കപ്പോ ഈ ഐറ്റംസിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ ഷോപ്പിംഗ് കാർട്ട് ഡോട്ട് റെഡ്യൂസ് കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഡോട്ട് പ്രൈസ്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ കേസിൽ ഒരു നമ്പർ ആയിരുന്നു. ഇവിടത്തെ കേസിൽ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ അറേക്കകത്തുള്ള ഓരോ എലമെന്റ് ആണ് ഓരോ കറണ്ട് വാല്യൂ. നമുക്കിപ്പോ ലോഗ് ചെയ്യാൻ നോക്കിയാൽ മനസ്സിലാവും. കണ്ട, കറണ്ട് വാല്യൂ എന്ന് പറയുന്ന ഒബ്ജക്റ്റാ. ഞാനപ്പോ കറണ്ട് വാല്യൂ ഡോട്ട് നെയിം കൊടുക്കാന്ന് നോക്കും. കണ്ട, ആദ്യത്തേത് അക്യുമുലേറ്ററിൽ ഞാനിപ്പോ 0 ആക്കാം. ഓക്കെ, അപ്പൊ ബൈ ഡിഫോൾട്ട് 0 ആയിരിക്കും. അക്യുമുലേറ്ററിനകത്ത് 0, കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ടീഷർട്ട്. അപ്പൊ ടീഷർട്ടിന്റെ പ്രൈസ് 15.99 ആഡ് ചെയ്തു. അത് അപ്പൊ അടുത്ത അക്യുമുലേറ്ററിൽ അതാണ് ഇനിഷ്യൽ വാല്യൂ. ജീൻസ് വന്നു, ജീൻസിന്റെ വാല്യൂ 39.99 ആഡ് ചെയ്തു. സ്നീക്കേഴ്സ് വന്നു, അങ്ങനെ ആഡ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് റിസൾട്ടിൽ എന്ത് കിട്ടും, പ്രൈസ് എല്ലാം കൂടെ സം ചെയ്ത് കിട്ടും. അതാണ് ഞാൻ ഇവിടെ എടുത്ത് റിസൾട്ട് വെക്കുന്നത്. അതാണ് ലോഗ് ചെയ്യുന്നത്. കത്തിയോ? ഇത് കുറച്ചുകൂടെ കൈൻഡ് ഓഫ് നമ്മുടെ റിയൽ വേൾഡ് ആയിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഐ മീൻ ഒരു എക്സാമ്പിളാണ്. ഇതിനാണ് റെഡ്യൂസ് യൂസ് ചെയ്യുന്നത്. ഐ മീൻ ലൈക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് സാധനം കാണും, അതിനകത്ത് റെക്കറിംഗ് ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസ് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ആ വേർഡ് മീനിങ് തന്നെയാണ്. ഈ ഒരു സാധനത്തിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒരു വാല്യൂ ആക്കി, അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ. ഒരു അറേനെ ഉണ്ടായിരുന്നു, അതിനെ റെഡ്യൂസ് ചെയ്ത് ഒരു സം ആക്കി. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസ് യൂസ് ചെയ്യുന്നത്.